ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എന്തെല്ലാം എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ് നമ്മളിവിടെ സുഖമായിട്ടിരിക്കണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളതെന്ന് പറഞ്ഞുതരാം. ഈ മസ്റ്റ് ട്രൈ എന്നൊക്കെ പറയില്ലേ, ആ ഐറ്റാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതിൻ്റെ പേരാണ് തായ് ബീഫ് സാലഡ്. ഇനിയിപ്പോൾ ഇതിൻ്റെ പേര് കേട്ടിട്ട് ആരും നെട്ടണ്ട കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സാലഡാട്ടാ. ഇതിൻ്റെ കുക്കിംഗ് ഡിഫറെൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരും ഓരോ രീതിയിൽ കുക്ക് ചെയ്യും. ഞാനിവിടെ ചെയ്തിട്ടുള്ളത് കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തതാണ്. കുറച്ച് തണുപ്പോട് കൂടി തന്നെ കട്ട് ചെയ്യണം കേട്ടോ. എന്നാൽ തന്നെയാണ് ആ ഒരു കറക്റ്റ് ഇതിൽ നമുക്ക് കട്ട് ചെയ്യാനും സുഖം. അത്യാവശ്യം കട്ടിങ്ങിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയില്ലേ, അതാവുമ്പോൾ എന്താ അറിയോ, ഈ അലിഞ്ഞു പോണ ആ സംഭവം കൊണ്ട് ഒഴിവായി കിട്ടും. കുറച്ച് തണുപ്പ് തന്നെ നമ്മൾ ബീഫൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് കട്ടിങ്ങും കാര്യങ്ങളും കഴിയും ചെയ്യും. എന്നാൽ ഒരു റിസ്ക്കി ആയി തോന്നില്ല. അപ്പോൾ ഞാൻ ബീഫ് ഡ്രെയിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ സ്ലൈസ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കുരുമുളകാണ്. കുരുമുളക് പൊടിച്ചതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് വലിയ ജീരകമാണ്. വലിയ ജീരകം അതുപോലെ ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഒരു 1.5 ടീസ്പൂണോളം ഒലീവ് ഓയിലാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. വേറെ ഓയിലും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യട്ടോ. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ആദ്യം എയർ ഫ്രയറിൽ വെച്ചതാണ്. എരിവൊന്നും ഇല്ലാതെ സാൾട്ട് മാത്രം ഇട്ട് ഉണ്ടാക്കിയതാണ്. ചെറിയ മോൾക്ക് എരിവ് പറ്റില്ല, അപ്പോൾ അവൾക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത്. ഇനി ഇതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഡിഗ്രിയിൽ ഒരു 18 മിനിറ്റ് ആണ് കേട്ടോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ടൈമിങ്. അപ്പോൾ നമ്മൾ ഇത് കുക്ക് ചെയ്യുന്ന ഈ ടൈമിൽ നമ്മൾ ഇതിലേക്കുള്ള ഡ്രസ്സിങ് ഉണ്ടാക്കണം. അപ്പോൾ ഇതിനൊക്കെ മെയിനായിട്ട് വേണ്ടിയിട്ടുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് വിനെഗർ, അല്ലെങ്കിൽ ലെമൺ ആയാലും മതി. പിന്നെ വേണ്ടതാണ് ടൊമാറ്റോ സോസ്. പിന്നെ ഇട്ടെടുത്തിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ആട്ടോ. ചില്ലി ഫ്ലേക്സ് വേണ്ടാത്തവർ സ്കിപ്പ് ചെയ്യാം, സ്പൈസി വേണ്ടവർക്ക് വേണ്ടിയിട്ടാണ്. ഞാനിവിടെ എന്തായാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് നട്ട്സിൻ്റെ പൗഡറാണ്. ഇത് ഞാൻ 2 ഐറ്റം നട്ട്സിൻ്റെ പൗഡർ ഉണ്ട്. അത് ഏതൊക്കെ നട്ട്സാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. നട്ട്സൊക്കെ ക്രഷ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ വായിൽ തന്നെ ഒരു ചെറുതായിട്ട് കടിക്കാൻ പറ്റുന്ന ആ രീതിയിൽ ക്രഷ് ചെയ്തിട്ടുള്ളതാണ് ആഡ് ചെയ്യുന്നത്.
എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടോ. കുറച്ചുകൂടി സോസ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു പേസ്റ്റ് രീതിയിലായിട്ട് ആ രീതിയിൽ മിക്സ് ചെയ്തെടുക്കട്ടോ. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു പിഞ്ചുപ്പ് അത്ര മതി. അപ്പോഴേക്കും നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തായി എന്നുള്ളത്. അപ്പോൾ 80 മിനിറ്റ് വെച്ചിരുന്ന ബീഫ് ഉണ്ടല്ലോ, അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചൂടോടെ തന്നെ ഇങ്ങനെ ജസ്റ്റ് എന്താണ് ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ ടേസ്റ്റ് നോക്കി. അടിപൊളിയാട്ടോ. നോർമലി എല്ലാവരും സാലഡിലൊക്കെ യൂസ് ചെയ്യുന്ന ക്യൂക്കുംബർ, ടൊമാറ്റോ, കാബേജ്, ക്യാരറ്റ് ഇതൊക്കെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിയില, അതിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡ്രസ്സിങ് ഉണ്ടല്ലോ സാലഡൊക്കെയുള്ള, അത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെയാണ് നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കേണ്ടത്. വീണ്ടും പേസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം വീണ്ടും നമ്മൾ മുമ്പ് തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്യൂക്കുംബർ, ടൊമാറ്റോ അതൊന്നുകൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു സ്പൂണ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ടേസ്റ്റിയായ അടിപൊളി സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കണേ. സാലഡ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അതുപോലെ വയറ് ഫില്ലിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് കഴിച്ച ടൈമിൽ നല്ല ഫില്ലിംഗ് ഉണ്ട്. പിന്നെ ഈ വീഡിയോൻ്റെ ആദ്യത്തിൽ ഞാനൊരു ടിപ്പ് ഉണ്ട് പറഞ്ഞില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കട്ടിംഗ് ബോർഡ് ഉണ്ടല്ലോ, ഈ കട്ടിംഗ് ബോർഡ് പെട്ടെന്ന് നാശാവാതിരിക്കാൻ, അതായത് പഴകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് 2 സൈഡും യൂസ് ചെയ്യണ ആ സംഭവം ഒഴിവാക്കുക. ഒരു സൈഡ് മാത്രമേ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഏത് സൈഡാണ് നമുക്ക് യൂസ് ചെയ്തതെന്ന് മനസ്സിലാക്കാനും പറ്റും. ഒരു ഫ്രഷ്നെസ് ലുക്കൊക്കെ തോന്നിക്കും. നമ്മൾ എടുക്കുമ്പോഴൊക്കെ ഈ ഒരു യൂസ് ചെയ്യാത്ത ഭാഗം നമുക്ക് കാണുന്ന രീതിയിലായിട്ട് വെക്കുക. അപ്പോൾ അത് കണ്ടില്ല, 2 സൈഡും ഒരു ഭാഗനായി യൂസ് ചെയ്തിരിക്കുന്നത്. കട്ട് ചെയ്ത ഭാഗം അത് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. കുറച്ച് പാത്രങ്ങൾ കഴുകാനും ഇവിടെ ക്ലീൻ ചെയ്യാനും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ക്ലീൻ ആയിരിക്കാനുള്ള കിച്ചണ് കാണാൻ ഒരു പോസിറ്റീവ് എനർജി അല്ലേ, നമുക്ക് വീണ്ടും തന്നെ പണിയെടുക്കാൻ തോന്നാനുള്ളൊരു എനർജറ്റിക് ഫീലിംഗ് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ടേബിളിൽ തന്നെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ
ആ ഒരു സംഭവം അപ്പം തന്നെ ക്ലീൻ ചെയ്യുക, പിന്നേക്ക് വെക്കാതെ അത് അപ്പം തന്നെ ക്ലീൻ ചെയ്യുകയാണെങ്കിലും നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റും. ഇതൊരു 1 year മുമ്പ് വാങ്ങിച്ചിരുന്ന ക്യാൻഡിലാട്ടാ. ഞാൻ ജസ്റ്റ് ഒന്ന് ഹാളിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ ക്യാൻഡിൽ കത്തിച്ച് വെച്ചിട്ട് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനൊക്കെ. അപ്പോൾ കുറച്ച് ടൈമൊക്കെ അങ്ങനെ കത്തിച്ച് വെച്ച് ഇങ്ങനെ എൻജോയ് ചെയ്ത് അങ്ങനെ ഇരിക്കും കേട്ടോ. മോർണിംഗിൽ സ്കൂൾക്ക് പോകുന്ന ടൈമിൽ ഭയങ്കര റഷായിരിക്കുമല്ലോ. ആ ഒരു ജഗപ്പൊക്കെ ഒന്ന് കുറച്ചെങ്കിലും ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തലേന്ന് തന്നെ അയൺ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം. ഇൻഷാ അല്ലാഹ് ബൈ.